ആക്രമിക്കുവോ? വണ്ടി കാട്ടിനുള്ളിൽ പെട്ടുപോയി. കാട്ടിനുള്ളിൽ താമസിക്കാൻ വന്ന ബംഗ്ലാവ്. ഒരുപാട് കഥകൾ ഉറങ്ങി കിടക്കുന്ന ഒരു സ്ഥലമാണ് ഇവിടെ. മച്ചി ചിക്കൻ എന്ന് പറഞ്ഞാൽ മണ്ണിൽ പോയിഞ്ഞൊരു ചിക്കൻ. കുട്ടൻചേട്ടൻ സത്യം പറഞ്ഞാൽ പുറം ലോകമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ ഒരു 1 hour ട്രാവൽ ചെയ്ത്. റൂമുകളെല്ലാം മരം കൊണ്ട് നിർമ്മിച്ചതാണ്. സത്യം പറഞ്ഞ എനിക്ക് ആസിക് ഡോക്ടർ, പീര ഡോക്ടർ, സബാല മേഡം, സ്വാമി സാറ്. ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. ഞാനിപ്പോൾ രാവിലെ എണീറ്റിട്ടേ ഉള്ളൂ. ഞാനിപ്പോൾ നിൽക്കുന്നത് പെരിയാർ ഫോറസ്റ്റ് ബംഗ്ലാവിലാണ് ഗൈസ്. കാടിന് നടുക്കുള്ള ഒരു ബംഗ്ലാവ്. ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് ആക്ച്വലി. അപ്പം ഇതിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് വരാം. വൺ ഓഫ് മൈ ഫേവറേറ്റ് പ്ലേസസ് എന്ന് വേണമെങ്കിൽ പറയാം. അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആണ് ഇവിടെ. കാണിച്ചു തരാം അതിൻ്റെ വിശേഷങ്ങൾ. ഇത് പോണ വഴിക്ക് ഞങ്ങൾ കണ്ടതാണ് കേട്ടോ. ഒരു പന്നിയാണ്. ആക്രമിക്കുവോ? പിന്നെ ഇടയ്ക്ക് ഞങ്ങൾക്ക് ഒരു മുട്ടൻ പണി കിട്ടി. ഞങ്ങളുടെ വണ്ടി കാട്ടിനുള്ളിൽ പെട്ടുപോയി, വഴി തെറ്റിപ്പോയി. എടുക്കല്ലേ. അങ്ങനെ ഒരു വിധത്തിൽ എങ്ങനെയൊക്കെയോ വണ്ടി എടുക്കാൻ ശ്രമം നടത്തി. അവസാനം പിന്നെ ബംഗ്ലാവിലെ ആൾക്കാർ തന്നെ വന്ന് ഞങ്ങളെ ഹെൽപ്പ് ചെയ്തു. ഇതാണ് ഞങ്ങൾ കാട്ടിനുള്ളിൽ താമസിക്കാൻ വന്ന ബംഗ്ലാവ്. ഒരുപാട് കഥകൾ ഉറങ്ങി കിടക്കുന്ന ഒരു സ്ഥലമാണ് ഇവിടെ. ഇവിടെ ഒരുപാട് നല്ല മനുഷ്യരുണ്ട്. ഒത്തിരി കാര്യങ്ങളിവിടെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. അതിൻ്റെ ഒക്കെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പതിയെ പോകാം. ഇവിടുത്തെ മേരി ചേച്ചി ഉണ്ടാക്കിയ കട്ട്ലറ്റ് ആണ്. ബീഫ് കട്ട്ലറ്റ് അല്ലേ ഇത്? നല്ല മുരുമുരാന്നിരിക്കുന്ന അടിപൊളി ബീഫ് കട്ട്ലറ്റ് ആണ് കഴിച്ചത്. ഞങ്ങളുടെ കുട്ടാപ്പി ചേട്ടാ, കട്ട്ലറ്റ് എങ്ങനെയുണ്ട്? ഇനി ഞാൻ ഇവിടുത്തെ കുറച്ച് വിഷ്വൽസ് നിങ്ങളെ കാണിച്ചു തരാം. അതിനുശേഷം നമുക്ക് കഥയിലേക്ക് പോവാം. കളിയാടവേ പൊന്താരകങ്ങൾ പൂക്കൾ കൊരുക്കുവ അണിയാമോ സഹിയാ വാടിയിൽ എന്നും ഞാൻ ഓർക്കും ഈ പാട്ടൊക്കെ എന്താണെന്നറിയോ നിങ്ങൾ? അതേപോലെ കുറച്ച് പാട്ടാണ് വരിക്കുള്ളത്. രാത്രി ഫുഡ് അടി എല്ലാം കഴിഞ്ഞു. എല്ലാവരോടും സംസാരിച്ചിരുന്നു. അതിനുശേഷം രാവിലെ ഞങ്ങൾ എണീറ്റ് ഇപ്പോൾ അവിടുത്തെ ഒരു അരുവിയിൽ കുളിക്കാൻ പോവാണ്. രാവിലെ എണീറ്റ് ഞങ്ങളിവിടെ ഉള്ള ഒരു അരുവിയിൽ കുളിക്കാൻ ഇറങ്ങാൻ വന്നിരിക്കുന്നതാണ് ഗൈസ്. ഇനി ഞാൻ നമ്മുടെ പെരിയാർ ഫോറസ്റ്റ് ബംഗ്ലാവിൻ്റെ വിഷ്വൽസ് കാണിച്ചു തരാം. ഇത് പുറമേ നിന്നുള്ള വിഷ്വലാണ്. ഇതിൻ്റെ മുകളിലായിട്ടാണ് നമുക്ക് താമസിക്കാനുള്ള റൂംസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. മുകളിൽ 3 റൂംസാണുള്ളത്. പക്ഷേ ഇതിൽ ഞാൻ റൂംസിൻ്റെ വീഡിയോ പിടിക്കാനായിട്ട് വിട്ടുപോയി. പക്ഷേ എന്നാലും കുഴപ്പമില്ല. ബാക്കി വിഷ്വൽസിലേക്ക് നമുക്ക് പോവാം. രാവിലെ കാര്യമായിട്ടൊന്ന് കുക്കിംഗ് ആണ് പോകുന്നത്. ഇവിടെ നമ്മുടെ മേരി ചേച്ചി ഉണ്ട്. മേരി ചേച്ചിയാണ് നമുക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി തരുന്നത്.
മേരി ചേച്ചി ഇപ്പൊ ഇവിടെ ഇല്ലെന്ന് തോന്നുന്നു. നമ്മുടെ പെരിയാർ ഫോറസ്റ്റ് ബംഗ്ലാവിന്റെ എല്ലാമായ കുട്ടൻ ചേട്ടൻ. ഇന്നലെയാണ് ഞാൻ കുട്ടൻചേട്ടനെ പരിചയപ്പെടുന്നത്. പക്ഷെ എന്റെ കൂടെ വന്നവർക്കൊക്കെ കുറെ നാളായിട്ട് കുട്ടൻചേട്ടനെ അറിയാം അല്ലേ? പക്ഷെ കുട്ടൻചേട്ടന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടൻചേട്ടനെ ഇപ്പൊ പരിചയപ്പെടുന്നവരായാലും കുറെ വർഷങ്ങളായിട്ട് പരിചയമുള്ള ഒരാളെ പോലെയാണ്. അതുപോലെ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരാളാണ് കുട്ടൻചേട്ടൻ. ഈ പെരിയാർ ഫോറസ്റ്റ് ബംഗ്ലാവിന്റെ ഓൾ ഇന്നോളാണ് കുട്ടൻചേട്ടൻ അല്ലേ? കുറെ വർഷങ്ങളായി കുട്ടൻചേട്ടൻ ഇവിടെ എത്തിയിട്ട് നമുക്ക് എത്ര കാലമായിരിക്കും? ഞാനിവിടെ ശരിക്കും വന്നിട്ട് ലാൻഡ് ചെയ്യാൻ ഇവിടെ സ്ഥിരമായിട്ട് നിൽക്കാൻ തുടങ്ങിയിട്ട് 14 വർഷം കഴിഞ്ഞു. 14 അതിന്റെ വർഷങ്ങൾക്ക് മുന്നേ വന്നു പോകും, ഒരാഴ്ച രണ്ടേ അങ്ങനെ നിന്ന് പോകുന്നു. ടോട്ടൽ കൂട്ടുകയാണെങ്കിൽ 23 ഇയേഴ്സ് ഈ കാടിന്റെ കാരണമായിട്ട് ഞാൻ ജീവിക്കുന്നു. ഇത്രയും വർഷങ്ങളായിട്ട് ഇവിടെ താമസിക്കുന്ന ഒരു വ്യക്തിയാണെന്നില്ലേ, എന്താണ് കുട്ടൻചേട്ടൻ പറയാനുള്ളത് ഈ കാടുമായിട്ട് ഈ പ്രകൃതിയായിട്ടൊക്കെ എങ്ങനെയാണെങ്കിൽ? എനിക്ക് പ്രകൃതിയായിട്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് കാട്, വേട്, പക്ഷികളെ, മൃഗങ്ങളെ എല്ലാം എനിക്ക് വളരെ ഇഷ്ടമാണ്. അതുപോലെ ഈ കാട്ടിൽ നിന്ന് മാറി നിൽക്കാനായിരിക്കും വിഷമോ അല്ലേ? മിസ് ചെയ്യും ഭയങ്കരമായിട്ട്. അതെ, അത് എന്ന് പറഞ്ഞാൽ ഇതൊരു ഹോം സ്റ്റേ ആയിട്ടാണ് നടത്തുന്നത്. 36 വർഷമായി ഇവിടെ ഗസ്റ്റ് വരുന്നു. 36 വർഷമായിട്ട് ആയിട്ട് ഗസ്റ്റ് വരുന്നു. ഫോറിനേഴ്സ് മോനെ പിടിച്ച് എല്ലാ ഗസ്റ്റും വരുന്നുണ്ട്. എന്റെ ഏറ്റവും ഇവിടുത്തെ വലിയ സമ്പാദ്യം എന്ന് പറഞ്ഞാൽ നിങ്ങളെപ്പോലുള്ള ഓരോരുത്തർ വരും, അവരെങ്ങനെ പരിചയപ്പെട്ട ഹൈ ലെവൽ മുതൽ എല്ലാ ആൾക്കാരെയായിട്ട് പരിചയപ്പെട്ടുന്ന അതെന്റെ ഏറ്റവും വലിയൊരു സമ്പാദ്യം. അരുവിയിൽ എനിക്ക് നല്ല ഇഷ്ടം. നല്ല തണുപ്പുള്ള വെള്ളം നല്ലതാണ്, ഫ്രഷ് ആവും. എല്ലാം നമ്മളിപ്പോ ഗസ്റ്റിനായിട്ട് വാക്കി പോവുക, നടന്നു പോവുക, സവാരി പോവുക എല്ലാം കഴിഞ്ഞ് വരുമ്പോൾ ഭയങ്കര ടയർഡാകുമ്പോൾ അതിൽ കുളിച്ച എല്ലാ ക്ഷീണവും മാറും. ഇപ്പൊ ഈ നിൽക്കുന്ന ബംഗ്ലാവ് നിൽക്കുന്നത് ഇടുക്കി ജില്ലയിലാണ്. നേരെ മറിച്ച് ആ തോടൊഴുകുന്നതോ അപ്പുറം കാണുന്ന ഫോറസ്റ്റും പത്തനംതിട്ട ജില്ല. ആ, അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. പിന്നെ ഇവിടുത്തെ ഭക്ഷണം കാര്യങ്ങളൊക്കെ, ഭക്ഷണം നമ്മള് ഗസ്റ്റ് വരുമ്പോ ഫസ്റ്റിൽ അവർക്ക് ഒരു വെൽക്കം ഡ്രിങ്ക്സ് കൊടുക്കും നമ്മൾ. അത് കഴിഞ്ഞ് ലഞ്ച് കഴിഞ്ഞാൽ 4 മണിക്ക് കാപ്പി, അതിലേക്ക് എന്തെങ്കിലും സ്നാക്സ് കൊടുക്കും. വൈകുന്നേരം ഡിന്നർ, പിന്നെ പിറ്റേന്ന് രാവിലെ ബെഡ് കോഫി, ബ്രേക്ക്ഫാസ്റ്റ്. അത് ചെയ്യും. ക്യാമ്പ് ഫയർ ചെയ്യും. സ്പെഷ്യലായിട്ട് ചിക്കൻ ഗ്രില്ല് ചെയ്യും. ക്യാമ്പ് ഫയർ ഇട്ടാൽ അതിലൊരു മട്ടി ചിക്കൻ എന്ന് പറഞ്ഞാൽ മണ്ണി പൊഴിഞ്ഞൊരു ചിക്കൻ. ചേട്ടൻ ഇവിടെ രാവിലെ എണീക്കുന്നത് തന്നെ ഗൈസ് ഇവിടുത്തെ പക്ഷികളുടെ ഈ അതും കളകളാരവം അല്ലേ സംഭവം, അതൊക്കെ കേട്ടിട്ടാണ് കുട്ടൻചേട്ടൻ. അലാം അതൊന്നും വേണ്ട, ഞങ്ങൾ രാവിലെ എണീറ്റത് ഈ പക്ഷികളുടെ ഈ ഒരു സൗണ്ടും സംഭവങ്ങളൊക്കെ കേട്ടിട്ടാണ്. എത്ര ഏക്കറുണ്ട്? പച്ചക്കാനം എസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഇത് കരിമ്പനാൽ ഫാമിലിയുടെ സ്ഥലമാണ്. ഇത് ബ്രിട്ടീഷുകാരായിരുന്നു ഇവർ മേടിച്ചത്. 685 ഏക്കറായിരുന്നു ടോട്ടലുള്ളത്. ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. ഇത് പ്രൈവറ്റ് പ്രോപ്പർട്ടി. വള്ളക്കടവ് ചെക്ക് വേസ്റ്റ് കഴിഞ്ഞ ഏക പ്രൈവറ്റ് പ്രോപ്പർട്ടി ടൈഗർ റിസർവിന്റെ ഉള്ളിൽ ഇത് മാത്രമേ ഉള്ളൂ. അതിന്റെ ഉള്ളിലാണ് ഞങ്ങൾ ഈ 35 ഏക്കറിന്റെ ഉള്ളിലാണ് ഈ 2 ഏക്കറിൽ സ്ഥിതി ചെയ്യുന്ന പെരിയാർ ഫോറസ്റ്റ് ബംഗ്ലാവ്. ഞാൻ ഗസ്റ്റ് ഉള്ള സമയത്ത് ഗസ്റ്റിനെ വിളിക്കാനോ, അവർ ഇപ്പൊ ഒരു ഗസ്റ്റ് വിളിക്കുന്ന ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ തലേ ദിവസം ഞാൻ പെരിയാർ എന്ന സ്ഥലത്ത് ഇറങ്ങി അവരോട് ഫോൺ ചെയ്ത് അവരെ മെനു എല്ലാം മേടിച്ച് അവർ മാർക്കറ്റിംഗ് ചെയ്ത് ഞാൻ ഇങ്ങോട്ട് വരും. ഗസ്റ്റ് ഒന്നും ഇല്ലാതെ ഫ്രീ ആയിരിക്കുന്ന സമയത്ത് സൺഡേ ഇറങ്ങി ഞങ്ങൾക്ക് ഒരാഴ്ചക്കുള്ള മാർക്കറ്റ് സാധനങ്ങളെല്ലാം വാങ്ങും. അപ്പൊ കുട്ടൻചേട്ടൻ സത്യം പറഞ്ഞാൽ പുറംലോകമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ ഒരു 1 hour ട്രാവൽ ചെയ്ത് വണ്ടിപ്പെരിയാർ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോകണം. എങ്കിൽ മാത്രമാണ് നമുക്ക് ഫോണിൽ റേഞ്ച് കിട്ടുന്നത്. എന്റെ സ്ഥലം നിലമ്പൂരിൽ പൂക്കോട്ടുംപാടം എന്ന് പറയുന്ന, അവിടെ നിന്ന് ഒരു 3 കിലോമീറ്റർ പോയ ചെട്ടിപ്പാടം എന്ന് പറയുന്ന നിലമ്പൂർ, മലപ്പുറം ജില്ല. പക്ഷികൾക്ക്, മൃഗങ്ങൾക്ക് ഒക്കെ കുട്ടൻചേട്ടൻ ഇവിടെ ഫുഡ് കൊടുക്കും. പിന്നെ അരി ഇട്ട് കൊടുക്കുന്നു, ചോറ് കൊടുക്കുന്നു, വെള്ളം വെച്ച് കൊടുക്കുന്നു, എല്ലാം കൊടുക്കുന്നു പക്ഷികൾക്ക്. ഈ ബംഗ്ലാവ് നിർമ്മിച്ചത് തന്നെ ഇവിടെ നിന്നുള്ള മരങ്ങളും ഇവിടെ നിന്നുള്ള കല്ലുകളും എല്ലാം ഉപയോഗിച്ച് പണ്ട് ഇവിടെ വണ്ടി കയറാത്ത കാലത്ത് താഴെ സാധനങ്ങളെല്ലാം അടിച്ച് 4x4 വണ്ടികൾക്ക് ഇവിടെ അടിച്ചിട്ടുണ്ടാക്കിയ സാധനങ്ങളല്ല. ഇതിന്റെ നില എന്ന് പറഞ്ഞാൽ മുകളിൽ 3 റൂമുകളെ, 3 ബെഡ്റൂമ്, താഴെ ഒരു ബെഡ്റൂമ്, സിറ്റ് ഔട്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം ഉണ്ട്. എല്ലാം മുകളിലുള്ള റൂമുകളെല്ലാം മരം കൊണ്ട് നിർമ്മിച്ചതാണ്. കറണ്ട് ആദ്യം ഇവിടെ കറണ്ട് എന്ന് പറഞ്ഞ സാധനമല്ലേ, ഒരു 9 വർഷമായിട്ട് ഇവിടെ കറണ്ട് എത്തിയിട്ടുള്ളൂ. അതുവരെ ജനറേറ്റർ ആയിരുന്നു ഉപയോഗിച്ചത്. പിന്നെയാണ് കറണ്ട് വന്നതും ഉപയോഗിച്ചതെല്ലാം. നമുക്ക് ഇവിടേക്ക് ബുക്ക് ചെയ്യണമെങ്കിൽ എങ്ങനെയാണ് ഇവിടെ ബുക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് പല രീതിയിൽ. ഇതിന്റെ ഓണറായ റോഷൻ രഞ്ജു എന്ന് പറഞ്ഞ പുള്ളിക്കാരത്തിയുടെ നമ്പർ വിളിക്കുക. പിന്നെ ഞങ്ങൾക്ക് ഓൺലൈനിൽ ഇതുണ്ട്. പിന്നെ ഈ പെരിയാർ ഫോറസ്റ്റ് ബംഗ്ലാവ് നെറ്റിൽ അടിച്ചാൽ കിട്ടും. ആ നമ്പറിൽ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ്. റേഞ്ചോ ഒരു കാര്യം ഒന്നുമില്ല. ഈ പ്രകൃതിയുടെ സൗന്ദര്യവും ഇത് ആലോചിച്ച അങ്ങനെ കഴിയാം. അപ്പൊ ശരിക്കും പറഞ്ഞാൽ പ്രൈവസി ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് ബേഡ്സ് ആണെങ്കിൽ ബേഡ്സിന്റെ ഒരു പാരഡൈസ് ആണ്. അത്രയും ബേഡ്സുകളുണ്ട്. അതേമാതിരി കുരങ്ങ, അനിമൽസ്,
അത് ശരിയാ. രാവിലെ ഞങ്ങള് ആന ഇറങ്ങുന്നു. വേനൽക്കാലായ ഈ തോട്ടിൽ വന്ന് ആന വെള്ളം കുടിച്ചു പോകുന്നത് കാണാം. അങ്ങനെ ആനയെ കാണാം. ലെക്കാണെങ്കിൽ ഇവിടുത്തെ ടൈഗർ റിസർവ് ഫോറസ്റ്റാണ്. ഇതിലില്ലാത്തൊരു മൃഗങ്ങളുമില്ല. ഇവിടെ കരടി, കടുവ, പുലി, ബ്ലാക്ക് പന്തർ, വൈൽഡ് ഡോഗ്, പിന്നെ ഹോൺബിൽ, ഇങ്ങനെ പക്ഷികൾ, എല്ലാവിധ പക്ഷികളും. പിന്നെ കുറേ ടൈമിൽ ദേശാടന പക്ഷികൾ ഒത്തിരി വരും. അവരവരുടെ ടൈം കഴിഞ്ഞ് തിരിച്ചു പോകും. അങ്ങനെയുള്ള ഒത്തിരി പ്രകൃതി രമണീയമായ ഒരു സ്ഥലം. ഇവിടുത്തെ പേരെന്നെ പച്ചക്കാനം എന്നാണ്. പച്ചക്കാനം എന്ന് അതിൻ്റെ ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ പച്ചയായി നിൽക്കുന്ന വനം എന്ന ഏത് സമയത്തും അതാണ് പച്ചക്കാനം. ഇവിടുത്തെ ഒരു ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ മഡിൽ പൊതിഞ്ഞ ചിക്കൻ അല്ലേ? അത് ഞാൻ വേറെ എവിടെ അങ്ങനെ കഴിച്ചിട്ടില്ല. ഞങ്ങളെ നെറ്റിൽ പെരിയാർ ഫോറസ്റ്റ് ബംഗ്ലാവ് നെറ്റിലടിച്ചാൽ അത് കിട്ടുന്നതാണ്. അത് കോഴി എടുക്കുന്നതും പൊതിയുന്നതും വെക്കുന്നതും ഓപ്പൺ ചെയ്യുന്നതും എല്ലാം അതിൽ കാണാം. അതാണ് ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ഫുഡ് അല്ലേ? സ്പെഷ്യൽ. പിന്നെ ഗ്രില്ല് ചെയ്ത് കൊടുക്കും നമ്മൾ കോഴി. അപ്പൊ ഇവിടെ കുക്ക് ചെയ്യുന്നത് ആരാണ്? കുക്ക് ചെയ്യുന്നത് മേരി എന്ന് പറഞ്ഞ. പച്ചക്കറിക്കൊന്നും പുറത്തേക്ക് പോകേണ്ട ആവശ്യമില്ല. ശുദ്ധമായ ഫുഡായിരിക്കും ഇവിടെ കിട്ടുന്നത്. നല്ല നല്ല ശുദ്ധമായിട്ടുള്ള ഫുഡായിരിക്കും ഇവിടെ കിട്ടുന്നത്. പിന്നെ ഇവിടത്തെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഇവിടെ മലിനീകരണം ഇല്ല. എന്ന് പറഞ്ഞാൽ ഈ പ്രകൃതിയുടെ നല്ല വായു, ശുദ്ധവായു ശ്വസിച്ച് ഇരിക്കാവുന്ന നാച്ചുറൽ ആയിട്ടുള്ള അത് ഈ വനത്തിന്റെ ഉള്ളിലുള്ള ഒരു റിസോർട്ടും ഒരു ഹോം സ്റ്റേയും കൂടെയാണത്. വനത്തിന്റെ നടുക്ക്. ഫുഡ് ഉണ്ടാക്കുന്ന മേരി ചേച്ചിയിലേക്ക് നമുക്കൊന്ന് പോവാം. മേരി ചേച്ചിയാണ് ഇവിടെ നിൽക്കുന്നത്. മേരി ചേച്ചിയാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ മേരി ചേച്ചി. മേരി ചേച്ചിയാണ് നമുക്കിവിടെ ഭയങ്കര ഡിലീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കുക്ക് ചെയ്ത് തരുന്ന ആള്. അപ്പം മേരി ചേച്ചി, എന്താണ് മേരി ചേച്ചിയുടെ ഈ ഒരു ഇത്രയും ഡിലീഷ്യസ് ആയിട്ട് ഫുഡ് ഉണ്ടാക്കുന്നതിന്റെ ഒരു രഹസ്യം? ഇവിടുത്തെ നാച്ചുറൽ ആയിട്ട് കിട്ടുന്ന സ്പൈസസിന്റെ പ്രത്യേകതയാണോ? എന്താണ് അതിന്റെ ഒരു ദൈവം തന്ന കഴിവ് അത്രേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അതാണല്ലേ കൈപ്പുണ്യം. അതാണ് മേരി ചേച്ചിയുടെ മെയിൻ. നമ്മൾ എന്ത് പറഞ്ഞാലും വിത്തിൻ സെക്കൻഡ്സ് മേരി ചേച്ചി അത് സെറ്റ് ആക്കി തന്നിരിക്കും. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ മഡ് വെച്ചുള്ള ചിക്കൻ, അതൊക്കെ മേരി ചേച്ചിയുടെ ഒരു സ്പെഷ്യൽ ഐറ്റം ആണല്ലേ? അത് മുതലാളിയുടെ ഒരു സ്പെഷ്യൽ ഐറ്റം എനിക്ക് കാണിച്ചു തന്നു. ഞാൻ അതുപോലെ ചെയ്തു കൊടുക്കുക ഗസ്റ്റിന്. ഓ അങ്ങനെ. അപ്പൊ ഇതിന്റെ ഓണമായിരുന്നു ഈ ഒരു സംഭവം മേരി ചേച്ചി പറഞ്ഞത് അല്ലേ? എന്താണ് ഇതിന്റെ ഓണത്തിന്റെ പേരെന്താ ശരിക്കും? രഞ്ജു കൊരിയൻ. ഓക്കെ. അപ്പൊ ഞങ്ങളുടെ സാറാ അത് പറഞ്ഞു തന്നത്. അതേ രീതിക്ക് ഞങ്ങൾ ചെയ്ത് ഗസ്റ്റിന് കൊടുക്കുക. ഓക്കെ. അപ്പൊ അദ്ദേഹമാണ് ഈ ഒരു മഡ് വെച്ചിട്ടുള്ള ചിക്കന്റെ സംഭവം മേരി ചേച്ചിക്ക് പറഞ്ഞു കൊടുത്തത് അല്ലേ? ഓക്കെ. അപ്പം ഇവിടുത്തെ ഏറ്റവും വലിയ മറ്റൊരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇവിടെ വരുന്നവർക്ക് നമ്മുടെ മനസ്സും വയറും ഒക്കെ നിറഞ്ഞിട്ടാണ് പോകുന്നത്. കാരണം അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസ് ആണിത്. പ്രൈവസി ഇഷ്ടപ്പെടുന്നവർക്ക് വരാൻ വിസിറ്റ് ചെയ്യാൻ പറ്റിയ ഒരു മസ്റ്റ് വിസിറ്റിംഗ് പ്ലേസ് ആണെന്ന് തന്നെ പറയാം. നമ്മുടെ പ്രകൃതിയോട് ഇണങ്ങി ചേർന്ന് കുറച്ച് ദിവസം നമ്മളിവിടെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ തന്നെ വേറൊരു വേൾഡിൽ എത്തിപ്പോകും. അതേപോലെ തന്നെ രണ്ട് ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. ഒന്ന് കുട്ടൻചേട്ടനായാലും ശരി, മേരി ചേച്ചി ആയാലും ശരി. നമ്മുടെ ഇവിടുത്തെ നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ കുട്ടൻചേട്ടൻ ഇതിന്റെ മാനേജറാണോ അങ്ങനത്തെ ഒരു ഇതൊന്നുമില്ല. നമ്മുടെ കൂടെ ഇണങ്ങി ചേർന്ന് നമ്മുടെ ഒരു ഫാമിലി മെമ്പറിനെ പോലെ തന്നെയാണ്. അതേപോലെ തന്നെ മേരി ചേച്ചി നമ്മുടെ കൂടെ നടന്ന് നമുക്ക് എന്തൊക്കെയാ വേണ്ട അതെല്ലാം അത്രയും ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കി തരും. അപ്പം അത്ര മനോഹരമായിട്ടുള്ള ഒരു പ്ലേസ് ആണിത്. നമ്മൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് കുറെ ട്രിപ്പ് പോയിട്ടുണ്ട്. അതിലെനിക്ക് ഞാനിത് വെറുതെ ചുമ്മാ പറയുന്നല്ലോ കേട്ടോ. പോയതിനതിൽ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണിത്. കാരണം എല്ലാം കൊണ്ടും ഭംഗി കൊണ്ടിട്ടായാലും ശരി, ശാന്തത, ഫുഡ്, എല്ലാം കൊണ്ടും നമ്മുടെ കൂടെ ഉള്ള ആൾക്കാര്, ഇവരെല്ലാം മൊത്തത്തിൽ നമ്മളെ ഇതിലേക്ക് അട്രാക്ട് ചെയ്യുന്ന കുറെ ഫാക്ടേഴ്സ് ആണ്. താങ്ക് യു ചേട്ടന്റെ എല്ലാം ഡോക്ടർ ആസിഫ് മുഹമ്മദ്. ആസിഫ് ഇവിടെ നിന്ന് പുറത്തേക്ക് പോകുന്നതിന്റെ ഭയങ്കര സങ്കടത്തിലാണ് കുട്ടൻചേട്ടൻ. വർഷങ്ങളായിട്ടുള്ള പരിചയമാണ് ആസിഫായിട്ട്. ഇന്നലെ കുട്ടൻചേട്ടൻ ഭയങ്കര കരച്ചിലായിരുന്നു ആസിഫ് ഇവിടുന്ന് പോവാന്ന് പറഞ്ഞിട്ട്. ആസിഫിന് ഇവര് അവരുടെ സ്നേഹ സമ്മാനം കൊടുക്കുകയാണ് ആസിഫ് പോകുന്ന കൊണ്ടിട്ട്. ഇങ്ങോട്ട് നോക്കി എല്ലാരും ഒന്ന്. കുട്ടൻചേട്ടാ, എന്താണ് ഈ നിമിഷത്തിൽ കുട്ടൻചേട്ടൻ പറയാനുള്ളത്? എന്നാന്ന് ചോദിച്ചാ എനിക്ക് വാക്കുകളില്ല. അതാ സത്യം പറഞ്ഞ. കുട്ടൻചേട്ടൻ ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള ഒരാളാണ് ഗൈസ്. കുട്ടൻചേട്ടന് ഇവരൊക്കെ എന്ന് പറയുന്നത് ഇത് ആസിഫ്, അത് മേരി ചേച്ചി, ഇവരൊക്കെ ഇവിടുത്തെ ഹെൽത്തിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇവരൊക്കെ പോവുക എന്ന് പറയുന്നത് കുട്ടൻചേട്ടന് ഭയങ്കര വിഷമമുള്ള ഒരു കാര്യം. കുട്ടൻചേട്ടൻ ഏറ്റവും കൂടുതൽ അഡിക്റ്റഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ് സ്നേഹം, അല്ലെ കുട്ടൻചേട്ടാ? അത്ര നമ്മളെല്ലാം തിരിച്ചു വരും. അതാണ് എന്തായാലും മേരി ചേച്ചി അതുപോലെ തന്നെ അല്ലേ? മേരി ചേച്ചി എത്ര നാളോട്ടുള്ള പരിചയം ഇവരെയൊക്കെ?
കൊറേ നാളായിട്ടുണ്ട്. കുറെ നാളായിട്ടുണ്ട്. ആളുകളല്ല പ്രത്യേകത, ബന്ധങ്ങളാണ്. കൊറോണ ടൈമിലൊക്കെ എന്റെ കെട്ടിയവന്റെ ജീവിതത്തിൽ അതുപോലെ ഞങ്ങളുള്ള ബന്ധം. കുട്ടൻചേട്ടാ എന്തായാലും അവരൊക്കെ തിരിച്ചു വരും ഇല്ലേ? ഇപ്പൊ അവര് ജോലിയുടെ ആവശ്യത്തിനൊക്കെ വേണ്ടിട്ട് പോകുന്നതല്ലേ? തിരിച്ചു വരും. പക്ഷെ ആ ഒരു വർഷം എന്ന് പറഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആഴ്ചയിൽ ഒരു ദിവസം 15 ദിവസം കൂടുമ്പോ ഇങ്ങനെ കണ്ട് അല്ലെങ്കിൽ ഫോണിലും അങ്ങനെ വിളിച്ചുള്ളൊരു ആ ഒരു വിടവറയിലുണ്ടല്ലോ, ആ ഒരു പോക്ക്, അതൊരു മനസ്സിന് താങ്ങാൻ കഴിയുന്നില്ല. ഇതാണ് കുട്ടൻചേട്ടന്റെ ഇവിടുത്തെ കുട്ടൻചേട്ടൻ ഇവിടെ ഹെൽത്തിൽ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരാണല്ലേ? എനിക്ക് ആസിക് ഡോക്ടർ, പീര ഡോക്ടർ, സബാല മേഡം, സ്വാമി സാറ്, ഇതൊക്കെ ഞങ്ങളെ ഏറ്റവും അടുപ്പമുള്ള ആൾക്കാരല്ലേ? അതിലിപ്പം ആസിഫ് പോവാണ്, അതിന്റെ സങ്കടമാണ്. പ്രാവശ്യം വന്നില്ല. പക്ഷെ കുട്ടാപ്പി എന്റെ ജീവനല്ലേ, അത് പറയാത്തല്ലേ. അതിലിപ്പോ ആസിഫ് ഇപ്പം ഉടൻ തന്നെ പുറത്തേക്ക് പോവാണ്, അതിന്റെ ഒരു വിഷമമാണ്. മീര ചേച്ചി 2-3 മാസത്തിനുള്ളിൽ പോവും അത് അല്ലേ? അപ്പൊ അതിന്റെയൊക്കെ ഒരു സങ്കടത്തിലാണ് നമ്മുടെ കുട്ടൻചേട്ടനും മീര ചേച്ചിയും. നമ്മളിവിടെ തന്നെ കാണും. ഓക്കെ, ഓർമ്മിക്കുവാൻ ഞാൻ നിനക്കെന്തു നൽകിയിടണം, ഓർമ്മിക്കണം എന്ന വാക്കു മാത്രം. എന്നെങ്കിലും വീണ്ടും എവിടെ വെച്ചെങ്കിലും കണ്ടുമുട്ടാമെന്ന വാക്കു മാത്രം. ഞാൻ മുരുകൻ കാട്ടത് കടെടുത്തതാ. അപ്പൊ ഗൈസ് ഞങ്ങള് ഇന്നിപ്പോ ഇവിടുന്ന് പോവാണ്. പക്ഷെ ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും ഉറപ്പായിട്ടും. അടുത്ത വെക്കേഷൻ എന്തായാലും ഞാൻ എന്റെ ഫാമിലി ആയിട്ട് വരാനാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. ഇന്നലെ പരിചയപ്പെട്ടവരെങ്കിലും അത്രയും ഒരു കണക്ഷൻ ആണ് കുട്ടൻചേട്ടനോട് എല്ലാവർക്കും. കുട്ടൻചേട്ടനെ പരിചയപ്പെടുന്ന എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. അപ്പൊ കുട്ടൻചേട്ടാ താങ്ക് യു സോ മച്ച്. ഉറപ്പായിട്ടും വരുന്നതായിരിക്കും. ഒരൊറ്റ ദിവസം കൊണ്ടിട്ട് ഒത്തിരി നല്ല ഓർമ്മകളുമായിട്ടാണ് ഞങ്ങൾ ഇന്ന് ഈ കാട് ഇറങ്ങുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു നൈറ്റ് മാത്രമാണ് ഇവിടെ സ്പെൻഡ് ചെയ്തത്. അതിനും കൂടെയുള്ള സമയം ഇല്ലായിരുന്നു നമുക്ക്, എല്ലാവരും പോകുന്നതിൻ്റെയൊക്കെ തിരക്കിലൊക്കെ ആയതുകൊണ്ടിട്ട്. പക്ഷേ ആ ഒരൊറ്റ നൈറ്റും ഒരു രാവിലെ 10 മണി ഒക്കെ ആയപ്പോൾ ഞങ്ങളിവിടെ തിരിച്ചു. ഈ ഒരു ചുരുങ്ങിയ സമയം കൊണ്ടിട്ട് തന്നെ ഒത്തിരി നല്ല ഓർമ്മകൾ സമ്മാനിച്ച ഒരു സ്ഥലമാണ് പച്ചക്കാനത്തെ ഈ ഒരു പെരിയാർ ഫോറസ്റ്റ് ബംഗ്ലാവ്. അപ്പോൾ എല്ലാവർക്കും പ്രകൃതി രമണീയത ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഈ ഒരു പ്ലേസ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നു. അറ്റ്ലീസ്റ്റ് നമ്മൾ ഒരിക്കലെങ്കിലും വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസ് തന്നെയാണത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.